അമിതമായിട്ടുള്ള ദേഷ്യം നിയന്ത്രിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ കേട്ട് നോക്കിയാലോ. ആദ്യത്തേത്, ദേഷ്യമുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു അവസരത്തിൽ അതേ സാഹചര്യത്തിൽ പെട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദേഷ്യപ്പെടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ദേഷ്യമുണ്ടായ സാഹചര്യം ഒന്നില്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു സാഹചര്യത്തെ ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സഹായിക്കും. 2, ദേഷ്യപ്പെട്ട ഒരു വാക്കുതർക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ ആ റൂമിൽ നിന്നൊന്ന് മാറി വേറൊരു റൂമിൽ ചെന്ന് ഒരു 10 തവണ ഡീപ്പ് ബ്രെത്ത്സ് ഇൻ ആൻഡ് ഔട്ട് എടുത്തു വിടുക. മനസ്സും ശരീരവും ഒന്ന് ശാന്തമായതിനു ശേഷം പാർട്ട്ണറുമായിട്ട് വന്ന് സംസാരിക്കുക. 3, വില്ലിംഗ് ഹാൻഡ്സ് ടെക്നീക്ക്. അതായത് വിത്ത് യുവർ ഹാൻഡ്സ് ഫേസിങ് അപ്വേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് ലെറ്റ് ഇറ്റ് ഫ്രീലി സ്വിങ് ബിസൈഡ്സ് യുവർ ബോഡി. അതായത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ബോഡിയുടെ 2 സൈഡിലുമായിട്ട് നമ്മളിങ്ങനെയൊന്ന് വെക്കുക. ദേഷ്യം വരുന്ന അവസരങ്ങളിലെല്ലാം അങ്ങനെ ഒരു ടെക്നീക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് രീതിയിലെങ്കിലും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാർഷൽ ഇൻമാൻ്റെ DBT എന്നൊരു ടെക്നീക്ക്, ഒരു തെറാപ്പി ടെക്നീക്കിലാണ് വില്ലിംഗ് ഹാൻഡ്സ് ടെക്നീക്ക് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗം വഴി അമിതമായിട്ടുള്ള ദേഷ്യം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.